ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജിയോ ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ അധിക പേരും ഇപ്പോൾ ഈ ചാനലിലെ വീഡിയോകൾ കണ്ടു തുടങ്ങി എന്ന് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ വ്യൂവേഴ്സിനെയും ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ അധിക പേരും കാണുന്നത് അത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ എനിക്ക് ഉത്തരവാദിത്വം കൂടുകയാണ്. കൂടുതൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാനും കൂടുതൽ ദൈവത്തോട് ചോദിക്കുവാനും പ്രാർത്ഥിക്കുവാനും എനിക്കത് അവസരമാണ്. ഞാൻ ഓരോ സബ്സ്ക്രൈബറെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അത് കാണുകയും, അതുപോലെ ഇതൊരു പ്രവചന ദൂതാണ്. ഈ തലമുറയിലെ വിശ്വസ്തമായൊരു പ്രവചന ദൂത് ദൈവത്തിൽ ആശ്രയിച്ച് കൊടുക്കുന്നതാണ്. അത് മറ്റുള്ള പല നിങ്ങൾ അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റുള്ള പല പ്രസംഗങ്ങളിൽ നിന്നും പല ദൂതുകളിൽ നിന്നും വ്യത്യസ്തമായ ശൈലിയിലാണ് ദൈവം എന്നെ ആ നിലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ കഷ്ടത്തിലൂടെ ഞെരുക്കത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന വിശ്വാസികൾ, എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒറ്റപ്പെടുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ നേരിടുന്നു എന്നുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഈ ജീവനിലേക്ക് പോകുന്ന വഴിയെക്കുറിച്ചുള്ള ആ ഒരു യഥാർത്ഥമായിട്ടുള്ള സുവിശേഷ ദൂതുകൾ അറിയിക്കുമ്പോൾ അത് ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് നാം ധ്യാനിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങളാണ്. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇവിടെ കർത്താവ് 2 വാതിലുകളെക്കുറിച്ച് പറയുകയാണ്. ഒന്ന്, ഇടുക്കമുള്ള ഒരു വാതിൽ. അതിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഞെരുക്കമാണ്, അത് കുറച്ച് ഇടുക്കമുള്ള ഒരു വാതിൽ. മറ്റേ വഴി എന്ന് പറയുന്നത് അത് വിശാലമാണ്, അതിലൂടെ കടന്നു പോകുന്നവർ അനേകരാണ്. എന്നാൽ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിലൂടെ കടന്നു പോകുന്നവർ വളരെ ചുരുക്കമാണെന്ന് കർത്താവ് പറയുന്നു. പക്ഷേ 2 വഴിയുടെയും എൻഡ് എന്ന് പറയുന്നത്, ഈ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിലൂടെ കടന്നു പോകുന്നവർ അവസാനം ചെന്നെത്തുന്നത് ജീവങ്കിലേക്കാണ്. എന്നാൽ ഈ വിശാലമായ വാതിലിലൂടെയും വീതിയുള്ള വഴിയിലൂടെയും സഞ്ചരിക്കുന്ന അവർ അവസാനം ചെന്നെത്തുന്നത് നാശത്തിലേക്കാണ്. കർത്താവ് 2 നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ ചില ആളുകൾ കേരളത്തിലെ തൃശ്ശൂർ തലപ്പള്ളി താലൂക്കിൽ തിരുവല്ലാമല എന്ന് പറയുന്ന സ്ഥലത്ത് പുനർജനി നോഴുക എന്ന് പറഞ്ഞ ഒരു ഗുഹയുണ്ട്. പുനർജനി ഗുഹ എന്ന് പറഞ്ഞിട്ടൊരു ഗുഹയുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ വ്രതമെടുത്ത ചില പുരുഷന്മാർ ഏകദേശം 15 മീറ്ററോളം, അത്രയാണെന്ന് എൻ്റെ ഓർമ്മ, നീളമുള്ള ആ ഗുഹയിലൂടെ ഒരാൾക്ക് ഞെങ്ങി മാത്രമേ അതിലൂടെ കടന്നു പോകാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ അതിലൂടെ ഇത്രയും 15 മീറ്റർ നീളമുള്ള ഗുഹയിലൂടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് അവർ നോഴ്ന്നിറങ്ങി വെളിയിൽ വരുമ്പോൾ അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കിട്ടും എന്നാണ് അവരുടെ വിശ്വാസം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, പുരുഷന്മാർക്ക് മാത്രമേ അവിടെ പോകാനായിട്ട് പറ്റുകയുള്ളൂ. പുരുഷന്മാരുടെ പാവം മാത്രമേ ക്ഷമിക്കുകയുള്ളൂ. സ്ത്രീകൾക്ക് അതിനുള്ളിലൂടെ കടക്കാനുള്ള പ്രവേശനവും അനുമതിയും കൊടുത്തിട്ടില്ല. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വഴിയെക്കുറിച്ചും ഇടുക്കത്തെക്കുറിച്ചും ഞെരുക്കത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഗുഹയിലൂടെ കടന്നു പോകുന്ന വല്ല വഴിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഞെരുക്കമുള്ള വഴിയെന്നെല്ലാം പറയുന്നത് അങ്ങനെയാണോ എന്ന് നമുക്കൊരു ചിന്ത വരാം. എന്നാൽ യേശു കർത്താവ് പറഞ്ഞ വഴി ഇങ്ങനെയുള്ള ഗുഹയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറയുകയാണ്, ജീവനിലേക്ക് പോകുന്ന വഴി ഇടുക്കവും ഞെരുക്കമുള്ളതാണ്, നാശത്തിലേക്ക് പോകുന്ന വഴി വീതിയുള്ളതും വിശാലവുമാണ്, അതിലൂടെ കടക്കുന്നവർ അനേകരും, ജീവനിലേക്ക് പോകുന്നവർ ചുരുക്കമാണെന്ന് കർത്താവ് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് ചുരുക്കമാകുന്നത്? എന്തുകൊണ്ടാണ് ഈ ഇടുങ്ങിയ വഴി നമുക്ക് കർത്താവ് അനുവദിക്കുന്നത്? അതെന്താണ്, എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു സമയത്ത് സമാധാനമില്ലെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചു വന്നിരുന്ന ഒരു വ്യക്തി ഒരു നാളിൽ സുവിശേഷം കേൾക്കുന്നു. യേശു കർത്താവ് പാപികൾക്ക് പാപമോചനം കൊടുക്കുന്നു, പാപികളെ രക്ഷിക്കുന്നു, അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവനെ ദൈവത്തിങ്കിലേക്ക് സമാധാനവുമായിട്ട് നിരപ്പിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള സത്യസുവിശേഷം കേട്ട് കഴിയുമ്പോൾ അവൻ വീണ്ടും ജനിക്കുന്നു. അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുന്നു. അങ്ങനെ പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ വഴി ഞെരുക്കമുള്ളതായിട്ട് തീരുകയാണ്. അന്ന് മുതൽ അവൻ്റെ വഴി ഇടുക്കമുള്ളതായിട്ട് തീരുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇന്നലെ വരെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെടുന്ന അന്ന് വരെ അവൻ വിശാലമായ വാതിലിലൂടെയും വഴിയിലൂടെയും പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, എങ്ങനെയും ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോഴാണ് ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കാനായിട്ട് ഭൂമിയിലേക്ക് വന്നു എന്നും അത് വിശ്വാസവും യോഗ്യവുമായ വചനമാണെന്നുള്ള സദ്വർത്തമാനം കേൾക്കുകയും അവൻ രക്ഷിക്കപ്പെടുകയും വീണ്ടും ജനിക്കുകയും ചെയ്തു.
അങ്ങനെ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു. അവൻ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. അതുവരെയും ബൈബിൾ അവന് മറവായിരുന്നു. അവൻ ബൈബിൾ വായിക്കാനായിട്ട് ആരംഭിച്ചു. ബൈബിളിലെ വാക്യങ്ങളുടെ പ്രകാശം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തി കൊടുത്തു. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വന്നു. അവന് സമാധാനം ലഭിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, അപ്പോൾ നമ്മുടെ വഴി വിശാലമാകുകയല്ലേ വേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. നമ്മുടെ വഴി ഞെരുക്കമാവുകയാണ്. എങ്ങനെയാണ് ഞെരുക്കമാകുന്നത്? രക്ഷിക്കപ്പെട്ട് പുതിയ വിശ്വാസത്തിലേക്ക് വന്ന ഒരു വ്യക്തി അവൻ ബൈബിൾ വായിക്കുമ്പോൾ അവന് പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അവന് ഒത്തിരി സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു. ഒത്തിരി തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോൾ ദൈവവചനം പറയുന്നു, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. അപ്പോൾ അവൻ ആ കൂട്ടുകെട്ടിൽ നിന്ന് പതുക്കെ മാറാൻ തുടങ്ങി. ഇനി അവൻ അവിടെ പോയി നിൽക്കാൻ പറ്റുകയില്ല. അവൻ വേറൊരു രാജ്യത്തിലേക്ക് പ്രവേശിച്ചു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് അവൻ വെളിച്ചത്തിലേക്ക് വന്നു. ഇനി അവിടെ പോയി നിൽക്കാനായിട്ട് കഴിയില്ല. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പാടില്ല. അവൻ ഒത്തിരി കൂട്ടം കൂടിയിരുന്ന് മറ്റുള്ളവരെ പരിഹസിക്കുന്ന കൂട്ടത്തിൽ അവൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവന് പരിഹസിക്കുവാൻ പറ്റുന്നില്ല. അവൻ ആ കൂട്ടത്തോട് ചേരുന്നില്ല. അവൻ അവിടെ നിന്ന് മാറി. പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ. പണ്ട് അവൻ നടന്നിരുന്നെല്ലാം ദുഷ്ടരായിട്ടുള്ള ആളുകളുടെ ആലോചനയും പ്രകാരമാണ് എന്ന് അവന് തന്നെ അറിയാം. ഇപ്പോൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ വഴികളെല്ലാം വിട്ട് അവൻ പതുക്കെ ഒതുങ്ങാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾ അവനെ പതുക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് തുടങ്ങി. ഇവൻ എന്തോ സംഭവിച്ചിരിക്കുന്നു, ഇവൻ നമ്മുടെ കൂടെ നിന്ന് മാറിയിരിക്കുന്നു, ഇവനെന്തോ പ്രത്യേകതകളെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് തുടങ്ങി. അവൻ്റെ വഴി കൂടുതൽ ഞെരുക്കമുള്ളതാകുന്നു. ലോകം അവനെ കളിയാക്കുന്നു. പിശാച് അവനെ പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവൻ മീറ്റിങ്ങുകൾക്ക് പോകുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ചെറിയ കൂട്ടം വിശ്വാസികളോട് ചേർന്ന് ആരാധിക്കുവാനായിട്ട് പോകുന്നു. അപ്പോൾ നാട്ടുകാരും സമുദായക്കാരും അയലാനക്കാരും ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം അവനെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും നിന്ദിക്കാനും ആക്ഷേപിക്കുവാനായിട്ട് തുടങ്ങി. അവൻ പതുക്കെ ഞെരുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ആരംഭിച്ചു. ഇടുക്കമുള്ള വഴിയിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. മുൻപ് അവൻ വിശാലമായ ഒരു വഴിയിലായിരുന്നു, വിശാലമായ ഒരു അനേകരുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ഒരു ചുരുക്കം ആളുകളുടെ കൂട്ടത്തിലേക്ക് അവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അപ്പോൾ അവൻ്റെ വീട്ടിലുള്ളവർ പറഞ്ഞു, കള്ള് കുടിച്ച് കഞ്ചാവ് അടിച്ച് എവിടെയെങ്കിലും പോയി നശിച്ചാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ചെറുക്കൻ ഇപ്പോൾ നമ്മുടെ സമുദായത്തെ നാണം കെടുത്താനായിട്ട്, നമ്മുടെ സ്വന്തക്കാരെയും വീട്ടുകാരെ നാണം കെടുത്താനായിട്ട് ഈ ചെറുക്കൻ ഇപ്പോൾ എന്താ കാണിക്കുന്നത്? ഇപ്പോൾ അവന് പള്ളിയായി, അല്ല ഇവനിപ്പോൾ പാട്ടായി, പ്രാർത്ഥനയായി, ബൈബിൾ വായനയായി, ഇവനെ ഈ പെണ്ണിനിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇങ്ങനെയെല്ലാം ഉള്ള ചോദ്യങ്ങൾ വരുന്നു. അവൻ സത്യത്തിലേക്കാണ് വന്നത്, പക്ഷെ അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് ആരും തയ്യാറല്ല. പുറമെ ഭയങ്കര ചർച്ചകളെല്ലാം നടക്കുന്നു. അവന് ചിലപ്പോൾ പണം കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവനിങ്ങനെ മാറുന്നത്. അവൻ്റെ വഴി കൂടുതൽ ഞെരുക്കമുള്ളതും ഇടുക്കമുള്ളതുമായിട്ട് തീരുന്നു. അടുത്ത സ്റ്റെപ്പ് ഇതിങ്ങനെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം പറയുന്നു, സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം പതുക്കെ ചർച്ചയാകുന്നു. അവനിങ്ങനെ മാറി, അവൻ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നെല്ലാം അവർ പറയുന്നു. പിന്നീട് അതുവരെയും വലിയ പ്രശ്നമില്ലാതിരുന്ന ഈ വ്യക്തി സ്നാനപ്പെടുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. ദൈവവചനം കേട്ടു, അപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്നാനപ്പെടണം എന്നുള്ള ഒരു തിരിച്ചറിവ് അവന് കിട്ടുന്നു. അങ്ങനെ സ്നാനപ്പെടുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷമായി. വീട്ടിലുള്ള ആളുകളെല്ലാം എതിർപ്പായി, സമുദായക്കാരെല്ലാം വന്നു. നീ നിൻ്റെ ഒരു കാര്യത്തിൽ ഞങ്ങൾ പങ്കെടുക്കുകയില്ല, നീ ഒറ്റയ്ക്കായി പോവും, നീ ഇപ്പോൾ സ്നാനപ്പെടാനായിട്ട് പോകുന്നു, നീ 90 ദിവസമായപ്പോൾ നിന്നെ ജ്ഞാനസ്നാനം കൊടുത്തതാണ് നിനക്ക്, നീ ഞങ്ങളെ അവമാനിക്കാൻ ശ്രമിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പിശാച് എല്ലാവരെയും ഇളക്കി വിടുന്നു. അവൻ്റെ വഴി ഞെരുങ്ങുകയാണ്. അവൻ ഇടുക്കത്തിലേക്ക് പോവുകയാണ്. അവൻ കൂടുതൽ ഞെരുങ്ങുകയാണ്. എന്നാൽ ആ വഴി ജീവനാണ്. അവനറിയാം അവന് കൂടുതൽ കൃപ ലഭിക്കുന്നു. തൃശ്ശൂർ വെച്ച് ഒരു സംഭവം, ഞാൻ മുൻപ് തൃശ്ശൂരായിരുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഒരു സഹോദരൻ രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിലേക്ക് വന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ രക്ഷിക്കപ്പെട്ട വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ ഈ ഭാര്യ ഒരു ഭയങ്കര ഓർത്തഡോക്സ് ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അവർ സ്നാനപ്പെടാനായിട്ടുള്ള വിവരം അവരുടെ വീട്ടിൽ അറിയിക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഞാനിങ്ങനെ സ്നാനപ്പെടാനായിട്ട് പോവുകയാണ്, ഇങ്ങനെ ഞങ്ങൾ ഒരു പ്രാർത്ഥനാക്കൂട്ടം എല്ലാം അവിടെ തുടങ്ങിയിട്ടുണ്ട്, അതിലേക്കാണ് പോകുന്നത്, സ്നാനപ്പെടാനായിട്ട് പോവുകയാണ്. ഉടനെ ഈ സഹോദരിയുടെ അമ്മ പറഞ്ഞു, നീ സ്നാനപ്പെട്ടാൽ അന്ന് ഇവിടെ ഒരു മരണം നടക്കുമെന്ന് പറഞ്ഞു. ആ സ്ത്രീ ഉദ്ദേശിച്ചത് അവർ മരിക്കും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നുള്ളൊരു ഭീഷണി മുഴക്കിയതാണ്. അത്രയ്ക്കും അവർ സാമുദായികപരമായിട്ട് അത്രയ്ക്ക് അഡിക്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ഈ സഹോദരി ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു,
നീ സ്നാനപ്പെട്ടാൽ അന്ന് ഇവിടെ ഒരു മരണം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തി അതിൽ പിന്മാറിപ്പോകണം എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഈ സഹോദരി ദൈവോധന അനുസരിക്കാൻ തയ്യാറാവുകയും അവർ സ്നാനപ്പെടുകയും ചെയ്തു. പക്ഷേ അന്ന് ആ വീട്ടിലൊരു മരണം നടന്നു. ഈ പറഞ്ഞ സ്ത്രീ ഒന്നുമല്ല മരിച്ചത്, അവരുടെ ഒരു മകൻ അന്ന് കരണ്ടടിച്ച് മരിക്കാൻ തക്കണം ഇടയായിട്ട് തീർന്നു. ഇത് എതിർച്ചയാ സംഭവിച്ചതായിരിക്കാം, നമുക്കറിയില്ല. അതിൻ്റെ കാര്യകാരണങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും അന്നൊരു മരണം നടക്കുമെന്ന് ആ അമ്മച്ചി പറഞ്ഞ പ്രകാരം അവിടെ ഒരു മരണം നടക്കുവാനായിട്ട് ഇടയായിരുന്നു. സ്നാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവകൽപ്പനയാണ്. അതിനെക്കുറിച്ച് ഒരു ക്ലാസ് ഞാൻ മുൻപ് എടുത്തിട്ടുണ്ട്. ഇനി അത് മലയാളത്തിൽ ഒന്നുകൂടി എടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തമിഴിലാണ് ഞാൻ ക്ലാസ് അന്ന് എടുത്തത് എന്നെൻ്റെ ഓർമ്മ. അപ്പോൾ ഇവിടെ ഇവർ സ്നാനപ്പെട്ടു. അത് ആ വീട്ടിൽ അന്നൊരു മരണം നടക്കേണ്ടായി. ഇപ്പോൾ സ്നാനപ്പെട്ടതോടു കൂടി പിശാച ആളുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഭയങ്കരമായ നിലയിൽ എതിർക്കുവാനായിട്ട് തുടങ്ങി, ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അപ്പോൾ വഴി കൂടുതൽ കൂടുതൽ ഞെരുക്കമുള്ളതാണ്. ഇത് വളരെ ചുരുക്കം പേര് മാത്രം കണ്ടെത്തുന്ന വഴിയാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവരും ഈ വഴിയിലേക്ക് വരുന്നില്ല. ജീവൻ്റെ വഴി ആർക്കും വേണ്ട, എല്ലാവർക്കും നാശത്തിൻ്റെ വഴിയാണ് ഇഷ്ടം. യേശു കർത്താവിൻ്റെ ഈ ഭൂമിയിലെ യാത്രയിൽ 31 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച് 3.5 വർഷക്കാലം അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തു. കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, ചെകിടന്മാരെ കേൾക്കുമാറാക്കി, ഊമരെ സംസാരിക്കുമാറാക്കി, മുടന്തരെ നടക്കുമാറാക്കി, കാറ്റിനോട് അടങ്ങാൻ പറഞ്ഞപ്പോൾ അടങ്ങി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കാണിച്ചു. ജനസമൂഹം കർത്താവിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. 5000 പേർക്കപ്പം, 7000 പേർക്കപ്പം, മീൻ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാർ മാത്രം, പിന്നെ സ്ത്രീകളെല്ലാം കുഞ്ഞുങ്ങളെല്ലാം കൂട്ടുമ്പോൾ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ, വലിയ പുരുഷാരം യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണശേഷം കർത്താവ് പറഞ്ഞു, ഞാൻ പോയതിനു ശേഷം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരും, നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവിടെ മാളിക മുറിയിൽ അതിൻ്റെ മുകളിലെ നിലയിൽ അവർ 120 പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ആകെ 120 പേരാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാനായിട്ടുണ്ടായിരുന്നത്. ഒരു ന്യൂനപക്ഷം മാത്രം, എത്രയോ ആയിരക്കണക്കിൽ ആളുകൾ അനുഗ്രഹം വാങ്ങിയതാണ്, എന്നാൽ ആകെ 120 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ അത് ചെറുതാണ്, അത് ഇടുക്കമുള്ളതാണ്, അത് ഞെരുക്കമുള്ളതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഇന്ന് യേശു കർത്താവിനെ അറിഞ്ഞത് നിമിത്തം ഒരു വലിയ കഷ്ടതയിലൂടെ, ഒരു വലിയ ഞെരുക്കത്തിലൂടെ, ഒരു വലിയ ഒറ്റപ്പെടലിലൂടെ നീ കടന്നു പോവുകയാണോ? നീ ഭയപ്പെടേണ്ട. കാരണം നീ ജീവൻ്റെ വഴിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു കർത്താവ് നിന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിശാചോ മനുഷ്യനോ ഈ ലോകം തന്നെ നിനക്കെതിരായിട്ട് വന്നാലും ദൈവം അനുകൂലമെങ്കിൽ ആര് പ്രതികൂലം? ദൈവം നിൻ്റെ കൂടെയുണ്ട്, അവൻ നിൻ്റെ കരം പിടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വാതിൽ എന്ന് പറയുന്നത് അത് വീതിയുള്ളതാണ്, അതിൻ്റെ വഴി വളരെ വിശാലമാണ്, അതിലൂടെ കിടക്കുന്നവർ അനേകരാണ്. പക്ഷേ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് നാശമാണെന്ന് തിരുവെഴുത്ത് നമ്മോട് പറയുന്നു. ആ വഴിയിൽ കൂടി നടന്ന ഒരു പ്രശ്നവുമില്ല, ആരും നമ്മളെ ഒറ്റപ്പെടുത്തുകയില്ല. അവിടെ എങ്ങനെയും നമുക്ക് ജീവിക്കാം. അവിടെ കൊലപാതകം ചെയ്യാം, വ്യഭിചാരം ചെയ്യാം, അതുപോലെ തന്നെ വിഗ്രഹത്തെ ആരാധിക്കാം, മദ്യം കഴിക്കാം. യേശു കർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് മദ്യം കഴിക്കുക, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് മദ്യം കഴിക്കാം, യേശു കർത്താവ് ജനിച്ചു എന്ന് പറഞ്ഞ് മദ്യം കഴിക്കുക. ഏത് രീതിയിലും നമുക്ക് ആഘോഷിക്കാം. അതുപോലെ തന്നെ ഏത് രീതിയിലും നമുക്ക് വിഗ്രഹത്തെ ആരാധിക്കാം. കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല. എന്നാൽ ആ വഴിയുടെ അവസാനം അതിനകത്തേക്ക് ആളുകൾ കോടിക്കണക്കിനാണ്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ആ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യത്തിൽ, ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്യയിലത്രേ. എന്നാൽ ആ വഴി കർത്താവ് പറഞ്ഞു നാശത്തിലേക്ക് പോകുന്ന വഴി വളരെ വലുതാണ്, അതിൻ്റെ വീതി വളരെ വലുതാണ്, അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. നാശത്തിലേക്ക് പോകുന്ന വാതിലിലൂടെ കടക്കുന്നവർ അനേകരാണ്, ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ അനേകരാണ്. പക്ഷെ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലാണ്. അതുകൊണ്ടാണത് വിശാലമായ വഴിയാണെന്ന് കർത്താവ് പറഞ്ഞത്. എന്നാൽ ഞെരുക്കമുള്ള വഴി ജീവനിലേക്ക് പോകുന്ന വഴിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പോവുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. ഈ ഗന്ധക തീ പൊയ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുഴുണ്ട്. നമ്മൾ വിചാരിക്കും, ഇപ്പോൾ മുൻപ് ഈ ദൈവവചനത്തിൽ ഇങ്ങനെയൊക്കെ എഴുതപ്പെട്ടിരുന്നു കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം പറഞ്ഞു, തീക്കകത്ത് എങ്ങനെ പുഴു ഉണ്ടാകും?
ഇതൊക്കെ വചനം തെറ്റാണെന്നെല്ലാം പറഞ്ഞ് കളിയാക്കിയ ആളുകളൊക്കെ ഉണ്ട്. പിന്നീടാണ് അഗ്നിപർവ്വതത്തിനുള്ളിൽ അതിനകത്ത് അഗ്നിപർവ്വതം പൊട്ടി ഒലിച്ചു വരുന്ന ലാവയ്ക്കുള്ളിൽ ജീവനുള്ള ജീവികളെ, പുഴുക്കളെ കണ്ടെത്തിയത് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞപ്പോൾ ആർക്കും പിന്നെ ഒന്നും പറയാനായിട്ടില്ല, എല്ലാവരുടെയും വായ അടഞ്ഞു പോയി. അപ്പോൾ അവിടെ തീയും ഗന്ധകവും കത്തുന്ന പൊയ്ക, ആ തീപ്പൊയ്കയിൽ അവരുടെ പുഴു ചാകുന്നതുമില്ല, തീ കെടുന്നതുമില്ല. കുറച്ച് നാളത്തേക്കൊന്നുമല്ല, അത് ഫുൾ ടൈം, യുഗായുഗം അവിടെ തീ കത്തിക്കൊണ്ടിരിക്കും. അതിലേക്ക് ചെന്ന് വീഴുന്ന ഒരുത്തിനും പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരവിനുള്ള യാതൊരു ചാൻസുമില്ല. തിരിച്ചു വരവിനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വെച്ച് യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ രക്ഷിക്കപ്പെടാത്ത ഒരുവനാണെങ്കിൽ, നീ ജീവങ്കിലേക്ക് പോകുന്ന വഴി തിരഞ്ഞെടുക്കാത്ത ഒരുവനാണെങ്കിൽ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷയുടെ ദിവസം. നീ വചനം കേട്ടു കഴിയുമ്പോൾ നിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ നീ യേശു കർത്താവിലേക്ക് വരിക. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പുസ്തകത്തിനുള്ളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, പിതാവെ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് സ്വർഗ്ഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളെന്ന് വിചാരിക്കാതെ ഒരു ദാസന്റെ രൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായിട്ട് അവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ 33 വയസ്സ് വരെ ജീവിച്ചു. അവന് പാർക്കുവാനായിട്ട് ഒരു ഇടമുണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, എന്നാൽ മനുഷ്യപുത്രനെ തലചായ്ക്കുവാൻ ഇടമില്ല എന്ന് കർത്താവ് പറഞ്ഞു. അങ്ങനെ അവൻ 33 വയസ്സ് വരെ വിശപ്പുള്ളവനായിട്ട്, ദാഹമുള്ളവനായിട്ട് അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. ഒടുവിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാപമില്ലാത്ത പരിശുദ്ധനായ നിർമ്മലനായ യേശു കർത്താവിനെ പിതാവായ ദൈവം അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊന്നു. അത് ദൈവത്തിൻ്റെ ആലോചനയും നമ്മോടുള്ള ദൈവത്തിൻ്റെ കരുതലും സ്നേഹവുമായിരുന്നു. നാം രക്ഷിക്കപ്പെടുവാൻ, നാം നരകത്തിലേക്ക് പോകാതിരിക്കുവാൻ, നാം ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവം അവനെ പാപത്തിൻ്റെ കുഴിയിൽ ഇട്ടുകളഞ്ഞു. പാപം എന്തെന്നറിയാത്തവനെ ദൈവം പാപം ആക്കി. എങ്ങനെ? എൻ്റെയും നമ്മൾ ഓരോരുത്തരുടെയും, നിങ്ങൾ ഓരോരുത്തരുടെയും പാപം പിതാവായ ദൈവം യേശു ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തി. അവൻ പാപത്തിൽ കിടന്ന് ആറാടി. അവൻ പാപം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അവനിൽ ഇരുട്ട് ഒട്ടുമുണ്ടായിരുന്നില്ല. അവൻ വെളിച്ചം മാത്രമായിരുന്നു. ആ യേശു കർത്താവ് പാപമറിയാത്ത പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയാമിൽ ജനിച്ച, വളർന്ന് 33 വയസ്സ് വരെ ജീവിച്ച് ഒടുവിൽ ശിക്ഷാവിധിക്ക് അവൻ പാപം ചെയ്തിട്ടില്ല. അവനെ വിസ്തരിച്ച് കോടതികളെല്ലാം പറഞ്ഞു, ഇവൻ ചെയ്ത ദോഷമെന്ത്, ഇവൻ ദോഷം ചെയ്തിട്ടില്ല. എന്നിട്ട് അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു. അവൻ നമുക്ക് വേണ്ടി പിതാവായ ദൈവം അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അവൻ പറഞ്ഞു, അവർ എന്നെ പിടിക്കും, അവർ എന്നെ കൊല്ലും, എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഞാൻ നിങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം പാപപരിഹാര യാഗമായി തീരുമെന്ന് പറഞ്ഞു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമുഖാന്തരം നമുക്ക് പാപമോചനം ലഭിക്കും. പണ്ട് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്തിന് സാധിക്കാത്ത ഇടത്ത് യേശു കർത്താവിൻ്റെ രക്തം, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായിട്ട് സംസാരിക്കുന്ന പുണ്യാഹ രക്തം, അന്ന് മഹാപുരോഹിതന് വർഷത്തിലൊരിക്കൽ മാത്രം കടന്നു ചെല്ലാമായിരുന്ന ഇടത്തേക്ക്, ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് യേശുക്രിസ്തു തൻ്റെ ദേഹമെന്ന് തിരശ്ശീല ചീന്തി നമുക്കായിട്ട് തുറന്ന ജീവനുള്ള പുതിയ വഴിയിലൂടെ അന്തർമന്ദിരത്തിലേക്ക് അടുത്ത് ചെന്ന് ആരാധിക്കുവാൻ തക്കവണ്ണം നമ്മെ തെരഞ്ഞെടുത്ത് രാജ്യവും പുരോഹിതന്മാരുമാക്കി നമ്മെ വെച്ചിരിക്കുകയാണ്. അന്ധകാലത്തിൽ 40 പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്ത ജാതിയും രാജകീയ പുരോഹിത വർഗവുമായി തീർത്തിരിക്കുന്ന നാം ഇന്ന് ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഭയപ്പെടുവാനായിട്ടൊന്നുമില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടാത്ത ഒരുവനാണെങ്കിൽ, നീ വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുവനാണെങ്കിൽ, നീ പാപ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരുവനാണെങ്കിൽ, നീ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിന് വേണ്ടി അങ്ങ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്ന് എനിക്ക് പകരക്കാരനായിട്ട് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ പാപങ്ങളെല്ലാം ഞാൻ നിൻ്റെ മുമ്പാകെ ഏറ്റുപറയുന്നു. കർത്താവേ, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിച്ച് എന്നെ അങ്ങയുടെ മകനാക്കണമേ, അങ്ങയുടെ മകളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശു കർത്താവ് അപ്പോൾ തന്നെ നീ വിശ്വാസത്താൽ ഹൃദയപൂർവ്വം, ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ നിന്ന് ഇത് ഏറ്റുപറയുമ്പോൾ നിനക്ക് നീ ഒരു വിലയും കൊടുക്കണ്ട, നീ മല കയറണ്ട, നീ പുണ്യപ്രവൃത്തികൾ ചെയ്യേണ്ട, നീ വഴിപാടും കാണിക്കുക ഒന്നും ചെയ്യണ്ട. കർത്താവെ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ്, ഇന്ന് മുതൽ എൻ്റെ ജീവിതം അങ്ങേക്കായിട്ട് നൽകുന്നു എന്ന് നീ പരമാർത്ഥത്തോടെ പറയുമ്പോൾ യേശു കർത്താവ് നിൻ്റെ സകല പാപവും ക്ഷമിച്ച്, നിൻ്റെ എല്ലാ ശാപവും ക്ഷമിച്ച് നിന്നെ അവൻ പുതിയ സൃഷ്ടിയാക്കി തീർക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിനക്ക് അച്ചാരമായിട്ട് നൽകി നിനക്കൊരു ഉറപ്പ് അവൻ തരും. നിൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും. പിതാവായ ദൈവത്തോട് നിനക്ക് നിരപ്പുണ്ടാവും. നീ ദൈവത്തിൻ്റെ മകനായിട്ട് തീരും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഈ സദ്വർദ്ധാനം കേൾക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തെ കഠിനമാക്കി പോകാതെ, കർത്താവെ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. കർത്താവെ, ഈ വഴി ഇടുക്കവും ഞെരുക്കമുള്ളതാണെങ്കിലും ഇത് കണ്ടെത്തി ഇതിലൂടെ ജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം നിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നതിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, എന്നെ സഹായിക്കണമേ, എന്നെ അങ്ങയുടെ മകനാക്കണമേ, എന്നെ അങ്ങയുടെ മകളാക്കണമെന്ന് ലളിതമായി പ്രാർത്ഥിക്കുമോ എങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാനായിട്ട് സാധിക്കും. ഇടുക്കുമൊഴിയിലുള്ള വഴിയിലൂടെ കടന്ന് ജീവനിലേക്ക് പോകാൻ തക്കവണ്ണം അത് കാരണമായി തീരും. ഇനി വചന കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.